ഒരു വാക്കുപോലും പറയാതെ ദശലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഹാസ്യരംഗത്തെ രാജകുമാരനായ ശതകോടികൾ പ്രതിഫലം വാങ്ങുന്ന ആ ചിരിമനുഷ്യന്റെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇത് മിസ്റ്റർ ബീൻ എന്ന ക്യാരക്ടറിന്റെ പിന്നിലെ പ്രതിഭയായ റോവൻ ആറ്റ്കിൻസന്റെ ജീവിതമാണ്. ഞാൻ വിപിൻ വിജയൻ. പുതിയൊരു കഥ കാണാനും കേൾക്കാനുമായി എല്ലാവരും കയറിപ്പോയെ. വർഷം 1955 ജനുവരി 6 ഇംഗ്ലണ്ടിലെ ഡർഹാം കൗണ്ടിയിലെ കോൺസെന്റിൽ റോവൻ സെബാസ്റ്റ്യൻ ആറ്റ്കിൻസൺ ജനിച്ചു. 4 സഹോദരന്മാരിൽ ഇളയവനായ റോവൻ ഒരു ഇടത്തരം സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബത്തിലാണ് വളർന്നത്. പിതാവ് ഐറിക് ഒരു കർഷകനായിരുന്നു. അവന്റെ അമ്മ എല്ല ചെറുപ്പം മുതലേ വളരെ നല്ല സ്വഭാവത്തിനും ബുദ്ധിശക്തിക്കും പേരുകേട്ടവളായിരുന്നു. റോവന്റെ തരക്കേടില്ലാത്ത പഠന മികവ് അവനെ ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നയിച്ചു. അവിടെ അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഈ വിഷയത്തോടുള്ള അഭിനിവേശം അവനെ ഓക്സ്ഫോർഡിലെ ക്വീൻസ് കോളേജിൽ ബിരുദാനന്തരം ബിരുദം നേടാനായി സഹായിച്ചു. ഓക്സ്ഫോർഡിൽ വെച്ചാണ് റോവൻ തന്റെ തമാശയിലുള്ള കഴിവ് കണ്ടെത്തിയത്. ഹാസ്യത്തിനു വേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡ്രാമാറ്റിക് സൊസൈറ്റിയുമായി ചേർന്ന് സ്കെച്ചുകൾ അവതരിപ്പിച്ചു തുടങ്ങിയ അദ്ദേഹം 1979 സംപ്രേഷണം ചെയ്ത BBC സ്കെച്ച് കോമഡി ഷോ നോട്ട് ദ 9 o'clock ന്യൂസ് എന്ന പരമ്പരയിലൂടെയാണ് റോവൻ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ നല്ല സമയവും അതുല്യമായ കോമഡി ശൈലിയും അവതരണത്തിലെ പുതുമയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഒരു മികച്ച കലാകാരനാക്കി മാറ്റി. വളരെയധികം ജനപ്രീതിയിലൂടെ അംഗീകാരങ്ങൾ നേടി. 1980കളിൽ നിരൂപക പ്രശംസ നേടിയ ബ്ലാക്ക് ആഡർ എന്ന പരമ്പരയിൽ റോവൻ അഭിനയിച്ചു. കൗശലക്കാരനും തമാശക്കാരനുമായി ബ്ലാക്ക് ആഡറിലെ അഭിനയം അദ്ദേഹത്തിന്റെ വേറിട്ട അഭിനയ ശൈലിയിലെ വൈവിധ്യം പ്രകടിപ്പിക്കുകയും ഒരു കോമഡി ഇതിഹാസം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പദവി ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1990ലാണ് ആ ചരിത്രം പിറന്നത്. ദശലക്ഷങ്ങൾ ആരാധിക്കുന്ന തന്റെ സ്വന്തം പേര് പോലും ആളുകൾ മാറ്റി വിളിപ്പിച്ച അദ്ദേഹത്തിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച ക്യാരക്ടർ പിറവിയെടുക്കുന്നത്. തമാശയ്ക്ക് ഭാഷയില്ലെന്ന് മനസ്സിലാക്കി തന്ന ഐക്കോണിക് ക്യാരക്ടർ റോവൻ ആറ്റ്കിൻസൺ ഒരു ആഗോള പ്രതിഭാസമായി മാറിയ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രം ജനിച്ചത്. ചെറിയ സംഭാഷണങ്ങളും മുഖത്ത് മിന്നിമായുന്ന കോമഡിയുടെ സമൃദ്ധിയും കൊണ്ട് മിസ്റ്റർ ബീനിന്റെ കോമാളിത്തരങ്ങൾ ഭാഷാ പരിമിതികൾ മറികടന്ന് ലോകം മുഴുവൻ പ്രേക്ഷകരെ ഉണ്ടാക്കി. ലോകം മുഴുവൻ പൊട്ടിച്ചിരിച്ചു. മിസ്റ്റർ ബീനുമായുള്ള റോവന്റെ വിജയം 1997 ബീൻ, 2007 മിസ്റ്റർ ബീൻസ് ഹോളിഡേ എന്നീ 2 ഫീച്ചർ ഫിലിമുകളിലേക്ക് നയിച്ചു. കൂടാതെ ഫിസിക്കൽ കോമഡിയിലും കുറ്റമറ്റ സമയക്രമത്തിലുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തെ മറ്റ് വേഷങ്ങളിൽ വിജയത്തിലെത്തിച്ചു. 2003 പുറത്തിറങ്ങിയ ജോണി ഇംഗ്ലീഷ് പരമ്പരയിലെ ബംപിംഗ് സ്പൈ ഉൾപ്പെടെ ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങൾ. ഓൺ സ്ക്രീൻ വ്യക്തിത്വം ഉണ്ടായിരുന്നിട്ടും റോവൻ ആറ്റ്കിൻസൺ തന്റെ സ്വസ്ഥവും സ്വകാര്യവുമായ ഓഫ് സ്ക്രീൻ ജീവിതത്തിന് പേര് കേട്ടതാണ്. 1990 അദ്ദേഹം സുനേത്ര ശാസ്ത്രിയെ വിവാഹം കഴിച്ചു. അവർക്ക് 2 കുട്ടികളുണ്ട്. 2015 അവർ വിവാഹമോചനം നേടിയെങ്കിലും റോവൻ ഒരു നല്ല വ്യക്തിയായി ജീവിക്കുന്നു. അർപ്പണബോധമുള്ള പിതാവായി താരതമ്യേന താഴ്ന്ന നിലയിലുള്ള ജീവിതം അയാൾ നയിക്കുന്നു. അടുത്ത കാലത്തായി റോവൻ പുതിയ വിവിധ പ്രൊജക്ടുകളുമായി പ്രേക്ഷകരെ രസിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2018 ജോണി ഇംഗ്ലീഷ് സ്ട്രൈക്സ് എഗെയിൻ എന്ന പുതിയ ചിത്രത്തിൽ ജോണി ഇംഗ്ലീഷിന്റെ വേഷം വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ താൻ ഇവിടെ തന്നെയുണ്ടെന്നും വീണ്ടും തെളിയിച്ചു അദ്ദേഹം. റോവൻ ആറ്റ്കിൻസന്റെ കരിയർ ഹാസ്യത്തിന്റെ മേഖലയിലുള്ള ശക്തിയുടെ തെളിവാണ്. ഒരു വാക്കുപോലും പറയാതെ മുഖത്ത് മിന്നിമായുന്ന മായാജാലം കൊണ്ട് ആളുകളെ ചിരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അപൂർവ സമ്മാനമാണ്. റോവൻ തന്നെ ഒരിക്കൽ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പ്രായമാകും തോറും എല്ലാം എത്ര ക്രമരഹിതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ചിരി ലോകത്തെ മിസ്റ്റർ ബീൻ, കൂർമ്മബുദ്ധിയുള്ള ബ്ലാക്ക് ഡാഡർ, കൗശലക്കാരനായ ജോണി ഇംഗ്ലീഷ്, ഹാസ്യലോകത്ത് റോവൻ ആറ്റ്കിൻസന്റെ സിംഹാസനം അത് അദ്ദേഹത്തിന് മാത്രമുള്ളതാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു അദ്ദേഹം. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ലോകമെങ്ങുമുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കൂ. പുതിയ കഥയുമായി നമുക്ക് കാണാം, കേൾക്കാം.